നമസ്കാരം. അമ്പും വില്ലും മെഷീൻ ഗണ്ണ് എന്തൊക്കെ ബഹളമായിരുന്നു. ഒടുവിൽ പവനായി ശവമായി. നാടോടിക്കാറ്റ് സിനിമയിലെ ക്യാപ്റ്റൻ രാജു പറയുന്ന ഈ ഡയലോഗ് ഓർക്കാത്ത അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും പറയാത്ത മലയാളികൾ ഉണ്ടാവില്ല. ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ കാണുമ്പോൾ മലയാളികൾ ഒരിക്കൽ കൂടി ഈ ഡയലോഗ് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. ഒരു സമയത്ത് ആംബുലൻസ് ഉൾപ്പെടെ 15 വാഹനങ്ങളുടെ അകമ്പടിയിൽ കേരളത്തിൽ യാത്ര ചെയ്ത മനുഷ്യൻ ഇന്നൊരു സാധാരണ നേതാവിനെ പോലെയാണ് യാത്ര. വലിയ പോലീസ് സന്നാഹത്തോടെ യാത്ര ചെയ്തിരുന്ന പിണറായി കഴിഞ്ഞ ദിവസം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തിരിക്കുന്ന ചിത്രം വൈറലായിരുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി സൈബർ ഇടത്തിൽ വലിയ പരിഹാസം ഉയരുന്നുണ്ട്. സൈബർ സഖാക്കൾക്കും ന്യായീകരിക്കാൻ പഴയ ആ ആവേശമില്ല. ആകാശത്തായിരുന്ന പിണറായി ഭൂമിയിലേക്ക് എത്തിയെന്ന് പരിഹസിക്കുന്നവരും കുറവല്ല. നവകേരള യാത്രയ്ക്കിടെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതികളായ ഗൺമാൻമാർക്കെതിരെയുള്ള അന്വേഷണം പുതിയ UDF സർക്കാർ ഊർജിതമാക്കിയതോടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ സുരക്ഷാ വലയത്തിൽ വലിയ അഴിച്ചുപണി നടന്നിരിക്കുകയാണ്. പിണറായി വിജയന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ടീമിലെ ഏറ്റവും വിവാദ നായകനായ ഗൺമാൻ സന്ദീപ് ഒടുവിൽ സുരക്ഷാ ചുമതലകളിൽ നിന്നും ഒഴിവായി ഔദ്യോഗികമായി പോലീസിലേക്ക് മടങ്ങി. എന്നാൽ ഈ കേസിലെ മറ്റൊരു പ്രധാന പ്രതിയായ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അനിൽകുമാർ ഇപ്പോഴും പിണറായി വിജയനൊപ്പം തന്നെ തുടരുകയാണ്. പുതിയ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നൽകിയിരുന്ന അതിശക്തമായ Z+ സുരക്ഷ പൂർണ്ണമായി പിൻവലിച്ചതോടെയാണ് വിവാദ ഗൺമാന്റെ മടക്കം. മുൻ മുഖ്യമന്ത്രി, നിലവിലെ പ്രതിപക്ഷ നേതാവ് എന്നീ പദവികൾ മുൻനിർത്തി ഇപ്പോൾ പിണറായി വിജയന് Y കാറ്റഗറി സുരക്ഷ മാത്രമാണ് ആഭ്യന്തര വകുപ്പ് അനുവദിച്ചിട്ടുള്ളത്. ഇതോടെ മുൻപുണ്ടായിരുന്ന കമാൻഡോ സന്നാഹങ്ങളും വൻ പോലീസ് പടയും അദ്ദേഹത്തിന് നഷ്ടമായി. ഗൺമാൻമാർക്ക് പകരം 2 PSOമാരെയാണ് ഇപ്പോൾ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നത്. പിണറായി വിജയന്റെ യാത്രകളിൽ നിന്നും വൻ സുരക്ഷാ ഭീഷണി ഉയർത്തിയിരുന്ന എസ്കോർട്ട് വാഹനങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിയെങ്കിലും പൈലറ്റ് വാഹനം നിലനിർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീടുകളിലും സുരക്ഷയ്ക്കായി പോലീസിനെ നിലവിൽ കാവൽ നിർത്തിയിട്ടുണ്ട്. ഈ സുരക്ഷ വരും ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കണോ അതോ ഇതേപടി നിലനിർത്തണോ എന്ന കാര്യത്തിൽ ആഭ്യന്തര സുരക്ഷാ വിലയിരുത്തൽ കമ്മിറ്റി ഉടൻ ചേർന്ന് അന്തിമ തീരുമാനമെടുക്കും. 2023 ഡിസംബർ 15 ആലപ്പുഴയിൽ വെച്ച് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൺമുന്നിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ഗൺമാൻമാർ കറുത്ത കൊടി കാണിക്കാനെത്തിയ KSU പ്രവർത്തകരെ ലാത്തി കൊണ്ട് തലക്കടിച്ച് പൊട്ടിച്ചത്. അന്ന് വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഉയർത്തിയ ഈ സംഭവം അന്വേഷിക്കാൻ VD സതീശൻ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. പ്രമുഖ ഉദ്യോഗസ്ഥനും ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP-യുമായ AP ഷൗക്കത്ത് അലിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള പ്രത്യേക സംഘമാണ് ഇപ്പോൾ കേസ് ഡയറി ഏറ്റെടുത്ത് അന്വേഷിക്കുന്നത്. സർക്കാരിന്റെ മുഖം വെളുപ്പിക്കാൻ നോക്കിയ നവകേരള സദസ്സ് തന്നെയാണ് CPM-ന്റെ ഏറ്റവും വലിയ തകർച്ചയ്ക്ക് കാരണമായതെന്നാണ് വിലയിരുത്തൽ. പിണറായി വിജയന് അന്ന് ഏർപ്പെടുത്തിയ സുരക്ഷ ജനത്തെ വെറുപ്പിച്ചു കളഞ്ഞു. റോഡിലിറങ്ങിയ സാധാരണക്കാരായ ജനങ്ങൾക്ക് പിണറായി ഒരു തലവേദനയായി തന്നെ മാറി. പിണറായിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിൽ കറുത്ത മാസ്കിനും കറുത്ത വസ്ത്രങ്ങൾക്കും പോലീസ് അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയതും വിവാദമായിരുന്നു. പ്രതിഷേധത്തിൽ പങ്കെടുക്കാത്ത കറുത്ത കുടയുമായി വന്ന സാധാരണ ജനങ്ങളെ പോലും തടയുന്ന അവസ്ഥയും അന്നുണ്ടായി. അകമ്പടി വാഹനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചതും അദ്ദേഹം കടന്നു പോകുന്ന വഴികളിൽ മണിക്കൂറുകളോളം പൊതുജനങ്ങളെയും വാഹനങ്ങളെയും തടഞ്ഞിട്ടതും വലിയ ജനരോഷത്തിന് കാരണമായിരുന്നു. ജനങ്ങളെ ഭയക്കുന്ന മുഖ്യമന്ത്രി എന്നാണ് പ്രതിപക്ഷം ഈ സംഭവത്തെ പരിഹസിച്ചത്. കേരളത്തിലെ പ്രതിപക്ഷം കഴിഞ്ഞാൽ പിണറായിയുടെ അടുത്ത ശത്രു മാധ്യമങ്ങളായിരുന്നു. മാധ്യമങ്ങളോട് എന്നും ശത്രുതാപരമായ സമീപനമായിരുന്നു CPM-ഉം പിണറായി സർക്കാരും സ്വീകരിച്ചത്. അതിന് ഏറ്റവും കൂടുതൽ ഇരയായത് മറുനാടൻ മലയാളിയുമായിരുന്നു. മുൻ മുഖ്യമന്ത്രിമാരിൽ നിന്നും വ്യത്യസ്തമായി മാധ്യമങ്ങളെ അകറ്റി നിർത്തുകയും മാധ്യമപ്രവർത്തകരുടെ ദേഷ്യത്തോട് സംസാരിക്കുകയും ചെയ്യുന്നതായിരുന്നു പിണറായിയുടെ ശൈലി. മാധ്യമങ്ങൾ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. വലതുപക്ഷ രാഷ്ട്രീയ താല്പര്യങ്ങളോടെ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തെയും തന്നെയും വേട്ടയാടുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം. പതിവ് പത്രസമ്മേളനങ്ങൾക്കോ യാത്രക്കിടയിലോ പരിപാടികൾക്കിടയിലോ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന രീതി പിണറായിക്കില്ല. മുഖ്യധാരാ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിനെതിരായ നുണകൾ ആഘോഷിക്കുകയാണെന്ന് അദ്ദേഹം പലവട്ടം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മാധ്യമങ്ങളെ സാധാരണയായി അകറ്റി നിർത്താറുണ്ടെങ്കിലും പ്രളയം, COVID-19, നിപ്പ തുടങ്ങിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അദ്ദേഹം കൃത്യമായി പത്രസമ്മേളനങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ അവിടെയും റേഡിയോ പോലെയായിരുന്നു പിണറായിയുടെ രീതി. താൻ പറയുന്നത് കേൾക്കണം, ചോദ്യങ്ങൾ പാടില്ല, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ശൈലി. പത്രസമ്മേളനത്തിന് എത്തുന്നവരിൽ തയ്യാറാക്കി നിർത്തിയവർ പിണറായിയോട് ചോദ്യം ചോദിക്കും. പിണറായി എഴുതി തയ്യാറാക്കിയ ഉത്തരവും അതിന് നൽകും. അതിനപ്പുറം എല്ലാ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. സുരക്ഷയും മാധ്യമങ്ങളോടുള്ള സമീപനവുമായിരുന്നു പിണറായിയെ ജനങ്ങളിൽ നിന്ന് അകറ്റിയ ചില ഘടകങ്ങളെങ്കിൽ മറ്റു ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന്റെ നാക്കും വില്ലനായിട്ടുണ്ട്. നികൃഷ്ടജീവി, പരനാറി, കുലംകുത്തി, ചെറ്റ, കടക്കപ്പുറത്ത്, വീട്ടിൽ പോയി ചോദിക്ക്, അമ്മാതിരി കമന്റ് വേണ്ട, ഇങ്ങനെ നീളുന്നു പിണറായിയുടെ നിഘണ്ടുവിലെ വിവാദമായ വാക്കുകൾ. താമരശ്ശേരി ബിഷപ്പായിരുന്ന മാർ പോൾ ചിറ്റിലപ്പള്ളിക്കെതിരെ പിണറായി നടത്തിയ പരാമർശമായിരുന്നു നികൃഷ്ടജീവി. സ്വാശ്രയ വിദ്യാഭ്യാസ വിഷയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കിടയിലായിരുന്നു ബിഷപ്പിനെതിരെ അന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി ഈ പദം പ്രയോഗിച്ചത്.
ഇത് സഭയും CPM തമ്മിലുള്ള വലിയൊരു പോരിനെന്ന് കാരണമായിരുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് RSP നേതാവായ NK പ്രേമചന്ദ്രനെതിരെ നടത്തിയ പരനാറി പ്രയോഗമായിരുന്നു മറ്റൊന്ന്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇടതുമുന്നണി വിട്ട് UDF ചേർന്ന് കൊല്ലം മണ്ഡലത്തിൽ മത്സരിച്ച പ്രേമചന്ദ്രനെ പരനാറി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. CPM വിട്ട് RMP എന്ന പുതിയ പാർട്ടി രൂപീകരിച്ച TP ചന്ദ്രശേഖരനെ പിണറായി വിളിച്ചത് കുലം കുത്തിയെന്നാണ്. 2012 ഇത്. TP ചന്ദ്രശേഖരൻ ദാരുണമായി കൊല്ലപ്പെട്ടതിന് ശേഷവും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പാർട്ടി വിട്ടാൽ പിന്നെ എക്കാലത്തും കുലം കുത്തി തന്നെയാണെന്ന് അദ്ദേഹം ആവർത്തിച്ചത് കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരുന്നു. ഈ പറഞ്ഞതെല്ലാം പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് സംഭവിച്ച കാര്യങ്ങളായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം നടത്തിയ പല പദപ്രയോഗങ്ങളും ഏറെ വിവാദമായിരുന്നു. അത്തരത്തിൽ വിവാദമായ പ്രധാന വാക്കുകളിലൊന്നായിരുന്നു കടക്കപ്പുറത്ത്. തിരുവനന്തപുരത്ത് വെച്ച് CPM RSS നേതാക്കൾ തമ്മിൽ നടന്ന ഒരു സമാധാന യോഗത്തിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ എത്തിയ മാധ്യമപ്രവർത്തകരോട് അക്ഷോഭ്യനായിട്ടാണ് അദ്ദേഹം കടക്കപ്പുറത്തെന്ന് പറഞ്ഞത്. ഇതും അന്ന് വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടു. കോന്നിയിൽ പൊതുയോഗത്തിനിടെയായിരുന്നു പിണറായി വിജയൻ വീട്ടിൽ പോയി ചോദിക്കുന്ന പരാമർശം നടത്തിയത്. ആ പരാമർശം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കി. കേരളത്തിലുടനീളം പിണറായിയുടെ ധാർഷ്ട്യം ഇടതുമുന്നണിക്ക് തിരിച്ചടി ഉണ്ടാക്കിയെന്നും വിമർശനമുണ്ടായി. ബാക്കിയെല്ലാം രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്നെങ്കിൽ നല്ല പ്രസംഗം കാഴ്ചവെച്ചതിന് നന്ദി പറഞ്ഞതിനായിരുന്നു അമ്മാതിരി കമന്റ് വേണ്ട എന്ന് പിണറായി അവതാരകയോട് ക്ഷുഭിതനായി പ്രതികരിച്ചത്. ന്യൂനപക്ഷ വകുപ്പ് സംഘടിപ്പിച്ച ഇൻസാഫ് പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പെരുമാറ്റം. അല്ല, അമ്മാതിരി കമന്റ് വേണ്ട കേട്ടോ, നിങ്ങൾ അടുത്തയാളെ വിളിച്ചാൽ മതിയെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ രോഷപ്രകടനം. മൈക്കിലൂടെ പറഞ്ഞത് വേദിയിലുണ്ടായിരുന്നവരും കേട്ടു. മുഖ്യമന്ത്രിയുടെ ദേഷ്യപ്രകടനം ദൃശ്യമാധ്യമങ്ങളും ഏറ്റെടുത്തു. പ്രസംഗം അവസാനിപ്പിച്ച് പോഡിയത്തിൽ നിന്ന് മാറിയ ശേഷമാണ് വീണ്ടും മൈക്കിന്റെ സമീപത്തെത്തി മുഖ്യമന്ത്രി അന്ന് രോഷം പ്രകടിപ്പിച്ചത്. ചർച്ച ചെയ്യപ്പെടുകയും അതുപോലെ ട്രോളുകൾക്ക് വിധേയമാവുകയും ചെയ്ത ഒരു സംഭവമാണ് പിണറായി വിജയനും മൈക്കും തമ്മിലുള്ള യുദ്ധം. പ്രസംഗിക്കുമ്പോൾ മൈക്കിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളോ ഹൗളിങ്ങോ ഉണ്ടാകുന്നത് ഒട്ടും ഇഷ്ടപ്പെടാത്ത നേതാവാണ് പിണറായി. അത്തരം സന്ദർഭങ്ങളിൽ അദ്ദേഹം മൈക്ക് ഓപ്പറേറ്റർമാരുടെ സ്റ്റേജിൽ വെച്ച് തന്നെ പരസ്യമായി ദേഷ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മൈക്ക് ഓപ്പറേറ്റർക്കെതിരെയും ആംപ്ലിഫയറിനെതിരെയും കേസെടുത്തതായിരുന്നു ഈ ഒരു സംഭവത്തെ കൂടുതൽ ചർച്ചയാക്കിയത്. മുഖ്യമന്ത്രിയും മൈക്കും തമ്മിലുള്ള പിണക്കം തുടങ്ങിയത് തിരുവനന്തപുരത്ത് KPCC സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിലായിരുന്നു. കണ്ടോൺമെന്റ് പോലീസ് സംഭവത്തിൽ കേസ് കൂടി എടുത്തതോടെ വലിയ വിവാദമായി മാറി. പൊതുജനങ്ങൾക്ക് അപകടമുണ്ടാക്കുന്നതോ പൊതുസുരക്ഷയിൽ പരാജയപ്പെടുന്നതോ ആയ ഏതെങ്കിലും പ്രവൃത്തി അറിഞ്ഞുകൊണ്ട് ചെയ്യുക എന്ന വകുപ്പായിരുന്നു അന്ന് ചുമത്തിയത്. മൈക്കും ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സംഭവം വിവാദമായതോടെ മുഖ്യമന്ത്രി തന്നെ വിഷയത്തിൽ ഇടപെട്ട് സുരക്ഷാ പരിശോധനയില്ലാതെ മറ്റൊരു നടപടിയും പാടില്ലെന്ന് പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു. പിന്നാലെ പോലീസ് പിടിച്ചെടുത്ത ആംപ്ലിഫയർ ഉൾപ്പെടെയുള്ള മൈക്ക് സെറ്റ് ഉടമയ്ക്ക് തിരിച്ചു നൽകുകയും ചെയ്തു. പിന്നീട് പല ഘട്ടങ്ങളിലും പിണറായിയും മൈക്കും തമ്മിലുള്ള ഈ പിണക്കം തുടർന്നു. അതെല്ലാം തന്നെ വാർത്തയാവുകയും ചെയ്തു. ഇപ്പോൾ CPMന്റെ ദയനീയ തോൽവിക്ക് പഴി കേൾക്കുകയാണ് ഇരട്ടച്ചങ്കൻ എന്ന അണികളുടെ വാഴ്ത്തുപാട്ട് കേട്ട പിണറായി. VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ CPM നേതൃത്വത്തിനെതിരെ കടുത്ത അതൃപ്തിയും വിമർശനവും പല കോണുകളിൽ നിന്നും ഉയരുകയാണ്. പിണറായി നേതൃസ്ഥാനത്ത് നിന്ന് മാറണമെന്നും പകരം P ജയരാജനെ കൊണ്ടുവരണമെന്ന് പല കോണുകളിൽ നിന്നും അണികളുടെ അഭിപ്രായങ്ങൾ ഉയർന്നു കഴിഞ്ഞു. എന്നിട്ടും പിണറായി തന്നെ പ്രതിപക്ഷ നേതാവുമായി. ഇത് പിണറായിസം വീണ്ടും തുടരുകയാണെന്നാണ് ആക്ഷേപം. കനത്ത തിരിച്ചടിയുണ്ടായിട്ടും പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തീരുമാനിച്ചത് വീണ്ടും തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കലാണെന്ന് CPM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിലയിരുത്തിയിരുന്നു. പിണറായി വിജയൻ, MV ഗോവിന്ദൻ തുടങ്ങിയ പ്രധാന നേതാക്കൾക്കെതിരെയുള്ള ജനങ്ങളുടെ വിധിയെഴുത്ത് കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തുറന്നടിക്കുകയും ചെയ്തു. CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇതാദ്യമായിട്ടായിരുന്നു പിണറായിക്കെതിരെ ഇത്രയും രൂക്ഷമായ വിമർശനവും അന്ന് ഉയർന്നത്. ഇത്രയധികം വിമർശനങ്ങൾ കേട്ടതുകൊണ്ടാണോ അതോ സ്വയം തിരുത്തലിന് തയ്യാറാകുന്നതാണോ? എന്തായാലും പിണറായിയുടെ രാഷ്ട്രീയ വ്യക്തിത്വത്തിന്റെ ശരീരഭാഷയിലും ശൈലിയിലും ഇപ്പോൾ വരുന്ന മാറ്റങ്ങളാണ് ചർച്ചയാവുന്നത്. നിയമസഭയുടെ 1ാം നാളിൽ പ്രോടൈം സ്പീക്കറായി G സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് ഡയസിലിരുന്നപ്പോൾ മുൻ മുഖ്യമന്ത്രി കൂടിയായ പിണറായി സഭയിലെത്തുമോ എന്ന കാര്യത്തിൽ പലർക്കും സംശയമുണ്ടായിരുന്നു. എന്നാൽ സഭയിലെത്തുക മാത്രമല്ല, സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നേരെ ഡയസിലേക്ക് കയറി സുധാകരന് കൈകൊടുക്കാനും ചിരിച്ചുകൊണ്ട് വിശേഷങ്ങൾ പങ്കുവെക്കാനും പിണറായി തയ്യാറായത് നിയമസഭാ ചരിത്രത്തിലെ തന്നെ അപൂർവ ദൃശ്യമായി മാറി. VD സതീശന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും പിണറായിയിൽ മാറ്റം ദൃശ്യമായിരുന്നു. ഒരു കാലത്ത് പാർട്ടിയിലും ഭരണത്തിലും കടുംപിടുത്തങ്ങളുടെയും ഗൗരവഭാവങ്ങളുടെയും തമ്പുരാനായിരുന്ന പിണറായി മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവിലേക്ക് മാറുമ്പോൾ തന്റെ പഴയ ശൈലികളെല്ലാം ബോധപൂർവം വിട്ടുപിടിക്കുകയാണെന്ന സൂചനയാണ് നൽകുന്നത്. ഡയസിലിരുന്ന G സുധാകരന് കൈ കൊടുക്കുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ ദേഹത്ത് തട്ടി അതീവ സൗഹാർദ്ദത്തോടെയാണ് പിണറായി സംസാരിച്ചത്. മുൻപ് പല കാര്യങ്ങളിലും പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുള്ള G സുധാകരനോട് സഭയുടെ നടുത്തളത്തിൽ വെച്ച് ഇത്രയും ഹൃദ്യമായി പിണറായി പെരുമാറുമെന്ന് ഇടതുപക്ഷത്തെ അണികൾ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. അധികാരത്തിന്റെ തലക്കനമില്ലാത്ത ഒരു പുതിയ കമ്മ്യൂണിസ്റ്റ് നേതാവിനെയാണ് ഈ പെരുമാറ്റത്തിലൂടെ സഭ കണ്ടതും. സുധാകരനോട് മാത്രമല്ല, പാർട്ടിയിൽ വിമത കലാപമുണ്ടാക്കി നിയമസഭയിലെത്തിയ മറ്റ് MLA മാരോടും പിണറായി കാണിച്ച സൗമ്യത പുതിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിട്ടുണ്ട്. സഭയ്ക്കുള്ളിൽ വെച്ച് തളിപ്പറമ്പിലെ TI ഗോവിന്ദന് അദ്ദേഹം സ്നേഹത്തോടെ കൈകൊടുത്തു. പയ്യന്നൂരിലെ കമ്മ്യൂണിസ്റ്റ് വിമതൻ കുഞ്ഞികൃഷ്ണന്റെ അഭിവാദ്യം ചിരിച്ചുകൊണ്ട് സ്വീകരിക്കാനും പിണറായി മറന്നില്ല.
പഴയ പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ സുധാകരന്റെ ഡൈസിലേക്ക് കയറാൻ പോലും മടിക്കുമായിരുന്നുവെന്നും ഗോവിന്ദനോടും കുഞ്ഞികൃഷ്ണനോടും ഇത്രയേറെ അടുപ്പം കാണിക്കില്ലായിരുന്നുവെന്നും പാർട്ടി വൃത്തങ്ങൾ തന്നെ രഹസ്യമായി സമ്മതിക്കുന്നുണ്ട്. ഈ മാറ്റം കേവലം യാദൃശ്ചികമല്ല, കൃത്യമായ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമാണെന്നാണ് വിലയിരുത്തൽ. അതിനിടെ സോഷ്യൽ മീഡിയയിലെങ്ങും പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഭരണപരിഷ്കാരങ്ങളും ആധുനികമായ വൈബും ചർച്ചയാകുമ്പോൾ ക്യാമറ കണ്ണുകൾക്ക് അധികം പിടികൊടുക്കാതെ പിണറായി വിജയൻ തന്റെ പുതിയ തരംഗം സൃഷ്ടിക്കുകയാണ്. കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ യാതൊരുവിധ സുരക്ഷാ സന്നാഹങ്ങളോ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴത്തെ VVIP ജാടകളോ ഇല്ലാതെ ഒരു സാധാരണക്കാരനെ പോലെ ബെഞ്ചിലിരിക്കുന്ന പിണറായിയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ വൈറലായിരുന്നു. പൈലറ്റ് വാഹനങ്ങളുടെ അകമ്പടിയോ കറുത്ത കുടകളുടെ മറയോ ഇല്ലാതെ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്ന ഈ പിണറായിയെ മുഖ്യമന്ത്രിയായിരുന്ന 10 വർഷക്കാലം ആർക്കും കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഈ പുതിയ ഭാവമാറ്റത്തെ CPM അണികളും അങ്ങേയറ്റം പോസിറ്റീവായിട്ടാണ് കാണുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് കാരണം പിണറായി വിജയൻ എന്ന വ്യക്തി കേന്ദ്രീകൃതമായ ഭരണശൈലിയും ജനങ്ങളിൽ നിന്നും പാർട്ടിയിൽ നിന്നും അദ്ദേഹം പുലർത്തിയ അകലവുമാണെന്ന കടുത്ത ആക്ഷേപം പാർട്ടി പ്ലീനങ്ങളിൽ ഉയർന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് പിണറായിയുടെ ഈ സ്വയം തിരുത്തൽ പ്രക്രിയ. പാർട്ടിയിൽ മറ്റാരെങ്കിലും വന്ന് തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതിന് മുൻപ് CPMലെ തെറ്റുതിരുത്തൽ പ്രക്രിയ സ്വന്തം ശരീരഭാഷ മാറ്റിക്കൊണ്ട് താൻ തന്നെ ഏറ്റെടുക്കുകയാണെന്ന ശക്തമായ സന്ദേശമാണ് പിണറായി ഇതിലൂടെ നൽകുന്നത്. പഴയ ഇരട്ടച്ചങ്കൻ എന്ന ഇമേജിൽ നിന്ന് മാറി ജനങ്ങളോട് സംവദിക്കുന്ന, സഹപ്രവർത്തകരെ ചേർത്ത് പിടിക്കുന്ന ഒരു ജനാധിപത്യവാദിയിലേക്ക് പിണറായി മാറിയാൽ അത് പ്രതിപക്ഷ നിരക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. വരാനിരിക്കുന്ന 5 വർഷക്കാലം വി.ഡി. സതീശൻ സർക്കാരിനെതിരെ നിയമസഭയ്ക്കുള്ളിൽ ശക്തമായ പ്രതിരോധം തീർക്കാൻ ഈ പുതിയ ശൈലി പിണറായിയെ സഹായിക്കും. ജനകീയനായ ഒരു പ്രതിപക്ഷ നേതാവായി മാറാനുള്ള അദ്ദേഹത്തിന്റെ ഈ തന്ത്രപരമായ മാറ്റം മുന്നണിയെ കൂടുതൽ ശക്തമായി മുന്നോട്ട് നയിക്കാൻ സഹായിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.